ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം വെൽക്കം പറയാൻ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അച്ചുമോളാണ്. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയിരിക്കുന്നത് കിരിയാനാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് കൊഴിയാളെന്നാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് വാളംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് അതിട്ടാണ് കറി വയ്ക്കുന്നത്. കടുവിൻ്റെ ഒപ്പം ഉലുവ പൊട്ടിക്കാൻ മറന്നു പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ ആ ഉള്ളിയൊക്കെ താളിച്ച കൂട്ടത്തിൽ ആ ഉലുവയും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുപോലെ തന്നെ മുളക് കറിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വഴറ്റി. അപ്പോൾ അച്ചു വന്ന് നോക്കിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ അച്ചുവിനോട് പറയുന്നതേ, ഇത് നോക്കി നിന്നാൽ പോരാ, ഇതുപോലെയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്നാണ് കേട്ടോ ഗൈസ്. കുറച്ച് മുളകൊക്കെ എന്തിട്ടാണോ കരിഞ്ഞ് എൻ്റെ മണ്ടയിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂക്കിലും വയലും ഒക്കെ കയറി കുറേയൊക്കെ ചുമച്ചും. അത് കഴിഞ്ഞ് നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നപ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുത്തേ. അച്ചുമോള് മീൻ കറി വെച്ചാൽ തിന്നാത്തത് കൊണ്ട് അവൾക്ക് കുറച്ച് എടുത്ത് ഞാൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി അരപ്പെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ആ കറിയെല്ലാം വെന്തിറങ്ങിയപ്പോഴേക്കും ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും പച്ചക്കറിവേപ്പിലയൊക്കെ ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് പാവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ അരിഞ്ഞുകൊണ്ട് നിന്ന് പച്ചമുളക് എൻ്റെ ഒരു പേരൊക്കെ മുറിച്ചുകൊണ്ട് തരുന്നുണ്ട് കേട്ടോ. കഷ്ടമല്ലേ എന്നും പറഞ്ഞ്. എനിക്കിത് ഇതിനകത്തിരിക്കുന്ന ആ വിത്ത് വരുന്ന ഭാഗം ഇഷ്ടമല്ല കേട്ടോ. പല്ലിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കും, പിന്നെ മേനയാണ്. അതുകൊണ്ട് ഞാൻ അതങ്ങെടുത്ത് മുറിച്ച് അച്ചുമോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അവർക്കത് ഇഷ്ടമാണ്. എന്നിട്ട് ആ തോട് ഭാഗം മാത്രം ഞാൻ കഴിക്കും കേട്ടോ. അപ്പോൾ അവയ്ക്ക് ഞാൻ ഇങ്ങനെയാണ് കറി വെക്കുന്നത്. ഉള്ളിയും തക്കാളിക്കയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് താളിച്ച് അതിനകത്ത് ശകലം വെള്ളവും കൂടെ ഒഴിച്ച് പാവയ്ക്ക വേവിച്ച് നല്ലതുപോലെ ഉലർത്തിയെടുക്കും. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒട്ടും ഇതിന് കയ്പില്ലായിരുന്നു കേട്ടോ. നല്ല പാവയ്ക്കായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ കറി വയ്ക്കുന്നത്. ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ല കറിയാണ് കേട്ടോ. കൊളസ്ട്രോൾ എന്ന് പറയാൻ വന്നേട്ടാ. അപ്പോൾ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാവയ്ക്ക് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ലൊരു കഷ്ണം മീനും കുറച്ച് ചാറും. പിന്നെ ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഇച്ചിരി നാരങ്ങ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അച്ചാറിടുന്നതൊന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ മറന്നുപോയി ഗൈസ്. അപ്പം ഞാൻ ആ അച്ചാറും പാവയ്ക്കയും മീൻകറിയും ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പാവയ്ക്ക കറിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ടാറ്റാ.